ഹായ്, എസ് എൽ ടോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ചുറ്റിലും ഉണ്ടാകുന്ന ടോക്സിക് ആയിട്ടുള്ള പീപ്പിൾ അവരെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളതാണ്. എങ്ങനെയുള്ള ടോക്സിക് ആയിട്ടുള്ള ആളുകളെ നമ്മുടെ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം. കാരണം അവർ കാരണം നമ്മുടെ ജീവിതം നശിക്കും എന്നല്ലാണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ച് ഒരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല. അപ്പോൾ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ചുറ്റിലും ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടായിരിക്കും. സോ ടോക്സിക് ആയിട്ടുള്ള ആളുകളെ എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക എന്നുള്ളത് നോക്കാം. ഇതിലുള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരെപ്പോഴും അവരുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കും എന്നുള്ളതാണ്. ഇപ്പോൾ റിലേഷൻഷിപ്പിലാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഇനിയിപ്പോൾ അങ്ങനെയല്ല, ഇപ്പം നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും ഇത്തരത്തിലൊക്കെ ചെയ്യുന്ന ആളുകളുണ്ടെങ്കിൽ, അതായത് അവർക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് യാതൊരു പ്രാധാന്യം തരാതിരിക്കുക. ഇനിയിപ്പോൾ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനെ ഭയങ്കരമായിട്ട് ഫോഴ്സ് ചെയ്യുക, കുറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എപ്പോഴും ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ ഒരു സൈനായിട്ട് നമുക്ക് എടുക്കാം. അതായത് അവരുടെ കാര്യങ്ങൾക്ക് മാത്രം പ്രയോറിറ്റി കൊടുക്കുന്നു, നമ്മൾക്ക് യാതൊരു പ്രാധാന്യവും നൽകുന്നില്ല. അഥവാ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണെങ്കിൽ അതിൽ നമുക്കില്ലാത്ത കുറ്റങ്ങളും ഉണ്ടായിരിക്കില്ല എന്നുള്ള കാര്യം. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇമോഷണലി എപ്പോഴും നമ്മളെ തളർത്തിക്കൊണ്ടേയിരിക്കും. നിനക്കത് ചെയ്യാൻ പറ്റില്ല, നിന്നെ കൊണ്ടൊന്നും ഇത് കഴിയില്ല എന്നൊക്കെ പറയാം. അതേപോലെ തന്നെ നമ്മുടെ പോരായ്മകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അത്തരത്തിൽ നമ്മളെ തളർത്താനായിട്ട് ശ്രമിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതും ടോക്സിക് പീപ്പിളിന്റെ ഒരു സൈനായിട്ട് എടുക്കാം. അതായത് ഇപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ ഇപ്പം നമ്മൾ പറയാറുണ്ടല്ലോ, നമുക്കൊരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും എന്നുള്ളത്. സോ അത് എന്താണെന്നുള്ളത് ഇവർക്ക് അറിയാം. അപ്പോൾ ഈ ഒരു കാര്യം ഇവർ പറഞ്ഞ് നമ്മളിങ്ങനെ തളർത്തിക്കൊണ്ടേ ഇരിക്കുകയാണ്. അതല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റ് ലൈഫിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയൊക്കെ എപ്പോഴും ചെയ്യുന്നുണ്ടാവും. ഇമോഷണലി നമ്മളെ ഡൗൺ ആക്കാനായിട്ട് ഇവരെപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. മാത്രമല്ല, നമ്മൾ തീരെ പോരാ എന്നുള്ള ആ ഒരു ചിന്ത നമ്മളിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കും എന്നുള്ളതാണ്. നമ്മുടെ പോരായ്മകൾ പറഞ്ഞുകൊണ്ടേയിരിക്കും, കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാക്ക് ഇവർ തന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ ഇവർക്ക് ഒരു കാരണവശാലും അത് പാലിക്കാൻ കഴിയില്ല. ഇനിയിപ്പോൾ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ പോലും ഇവരത് ചെയ്യില്ല എന്നുള്ളതാണ്. ഇത്തരത്തിൽ വാക്കുകൾ തന്ന് നമ്മളെ പറ്റിക്കുകയാണ് ഇവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു വിശ്വാസ വഞ്ചന എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ കുറേ വാക്കുകളൊക്കെ തരും, ഞാൻ അത് ചെയ്തു തരാം, ഇത് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കുറെ ഇങ്ങനെ കാര്യങ്ങൾ പറയുണ്ടാവും, പക്ഷെ ഇവർക്ക് അതൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവരൊരിക്കലും അത് ചെയ്തു തരില്ല എന്നുള്ളതാണ്. അത് ടോക്സിക് ആയിട്ടുള്ള ആളിന്റെ മറ്റൊരു സൈൻ തന്നെയാണ്. ഇനി നാലാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി എല്ലാ തെറ്റുകളും നമ്മൾ തന്നെയാണ് ചെയ്തത് എന്നുള്ള രീതിയിൽ അവർ നമ്മളെ തന്നെ വിശ്വസിപ്പിക്കും എന്നുള്ളതാണ്. നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും കുഞ്ഞിതായിട്ടൊരു തെറ്റേ ചെയ്തിട്ടുണ്ടാവുള്ളൂ, പക്ഷെ ബാക്കി എല്ലാ തെറ്റുകളും നമ്മുടെ തലയിൽ കൊണ്ടുവന്നിടും. നീയാണ് ഇതെല്ലാം ചെയ്തത്, നീ കാരണമാണ് ഇതെല്ലാം ഉണ്ടായതെന്ന് പറഞ്ഞിട്ട് എല്ലാത്തിനും നമ്മളാണ് കുറ്റക്കാരെ എന്നുള്ള രീതിയിലേക്ക് അവർ ആക്കി മാറ്റും എന്നുള്ളതാണ്. ലാസ്റ്റ് നമ്മൾ തന്നെ വിചാരിക്കും, ഓ ഞാൻ കാരണം അപ്പം ഇതൊക്കെ ഉണ്ടായത്, എൻ്റെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള ചിന്തയിലേക്ക് നമ്മൾ തന്നെ പോകും. നമ്മൾ പോലും അവർ പറയുന്ന കാര്യം വിശ്വസിച്ച് പോകും എന്നുള്ളതാണ്. ഇത്തരത്തിൽ എന്തൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും നമ്മളിൽ ഉണ്ടായിട്ടുള്ള ചെറിയൊരു തെറ്റ് കാണുകയും അതിൻ്റെ പേരിൽ ബാക്കി എല്ലാ കാര്യങ്ങളെയും നമ്മളെ തന്നെ കുറ്റപ്പെടുത്തുകയും അവർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ സൈനായിട്ട് തന്നെ നമുക്ക് കാണാം. ഇനി ഏറ്റവും ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, അവരെന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു കാരണവശാലും അവരത് സമ്മതിക്കില്ല. അവർക്കതിന് നൂറുകൂട്ടം ന്യായീകരണങ്ങൾ ഉണ്ടായിരിക്കും. ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം അവരിൽ കണ്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനവർ കുറേ ന്യായീകരണങ്ങൾ പറയും. അത് അതുകൊണ്ടാണ്, ഇതുകൊണ്ടാണ്, അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ അവരെ ന്യായീകരിക്കാനായിട്ടുണ്ടായിരിക്കും എന്നുള്ളതാണ്. അവിടെയും അവരെ വിട്ടുതരില്ല, പകരം നമ്മളെയാണ് കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടാവുക. അതായത് അവർ ചെയ്ത തെറ്റുകൾ പോലും അവർ സമ്മതിച്ചു തരില്ല, എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടാൻ നോക്കും. അതേസമയം നമ്മളെ അവർ കുറ്റക്കാരാക്കാനും ശ്രമിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഇതിലിപ്പോൾ ഒരു കാര്യം എന്നുള്ളത് മാത്രം കണ്ടുകൊണ്ട് നിങ്ങൾ അവരൊരു ടോക്സിക് മാൻ ആണെന്നോ അല്ലെങ്കിൽ ടോക്സിക് വുമൺ ആണെന്നോ വിചാരിക്കരുത്. ഇതിലുള്ള 2-3 കാര്യങ്ങളൊക്കെ അവരിൽ സ്ഥിരമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അവരൊരു ടോക്സിക് ആയിട്ടുള്ള ഒരാൾ തന്നെയാണെന്നുള്ളത്. അപ്പോൾ ഞാൻ വീണ്ടും പറയുന്നു, ടോക്സിക് ആയിട്ടുള്ള ഒരാളുടെ കൂടെ നമ്മൾ ജീവിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചത് കൊണ്ടോ നമുക്കൊരിക്കലും ഒരു നല്ലത് ഉണ്ടാവാനായിട്ട് പോകുന്നില്ല. നമ്മുടെ ലൈഫ് ചുമ്മാ വേസ്റ്റായി പോകുന്നല്ലാതെ ഒരിക്കലും നമ്മുടെ ജീവിതം നന്നാവില്ല, നമ്മൾ രക്ഷപ്പെടില്ല എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകളെ നിങ്ങളുടെ ലൈഫിൽ നിന്നും ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ കുഴപ്പമില്ലാന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കുറേ പേരുണ്ടാവും, അങ്ങനെയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. അതോടൊപ്പം വേറൊരു കാര്യം കൂടി പറയാനുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ട് ഡൗട്ടുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ, പ്രശ്നങ്ങൾ തന്നെ ആയിക്കോട്ടെ, അപ്പോൾ എന്ത് പ്രശ്നമാണെങ്കിലും അതില്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നമ്മുടെ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്